പണ്ടുകാലത്ത് കേരളം ഭരിച്ചിരുന്ന അസുര രാജാവായിരുന്നു മഹാബലി. അദ്ദേഹം വളരെ നല്ലവനും ദാനശീലനുമായിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിൽ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടെയും ജീവിച്ചിരുന്നു. മഹാബലിയുടെ നല്ല ഭരണത്തെ കണ്ട് ദേവന്മാർക്ക് അസൂയ തോന്നി. അതിനാൽ വിഷ്ണു ഭഗവാൻ വാമനൻ എന്ന ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ ഭൂമിയിലെത്തി. ഒരു ദിവസം വാമനൻ മഹാബലിയെ കണ്ട് 3 അടി ഭൂമി ദാനമായി ചോദിച്ചു. മഹാബലി സന്തോഷത്തോടെ സമ്മതിച്ചു. അപ്പോൾ വാമനൻ വിശ്വരൂപം പ്രാപിച്ചു. ഒരു അടിയിൽ ഭൂമിയും മറ്റൊരടിയിൽ ആകാശവും അളന്നു. 3ാമത്തെ അടിക്ക് സ്ഥലം ചോദിച്ചപ്പോൾ മഹാബലി വിനയത്തോടെ തന്റെ തല കുമ്പിട്ടു. മഹാബലിയുടെ സത്യസന്ധതയും ദാനശീലവും കണ്ട് വാമനൻ സന്തോഷിച്ചു. വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാനുള്ള വരം നൽകി അനുഗ്രഹിച്ചു. അതിനുശേഷം വാമനൻ 3ാമത്തെ അടി മഹാബലിയുടെ തലയിൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് അയച്ചു. മഹാബലി വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാനെത്തുന്ന ആ ദിനമാണ് നമ്മൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഓണമായി ആഘോഷിക്കുന്നത്. പൂവിടൽ, തുമ്പിതുള്ളൽ, ഊഞ്ഞാലാട്ടം, അങ്ങനെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ നമുക്ക് ആസ്വദിക്കാം.